മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തബാധിതർക്കായി മുസ്ലിം ലീഗ് നിർമ്മിച്ചു നൽകാൻ 105 വീടുകളുടെ തറക്കല്ലിടൽ ചടങ്ങ് നടന്നു. മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. മുട്ടിൽ മുസ്ലിം യത്തീംഖാന ഓഡിറ്റോറിയത്തിലാണ് ശിലാസ്ഥാപന ചടങ്ങുകൾ നടന്നത്. ഉരുൾപൊട്ടൽ ദുരന്തബാധിതർക്കായി മുസ്ലിം ലീഗ് നിർമ്മിക്കുന്ന ഭവന സമുച്ചയത്തിന്റെ ഉദ്ഘാടന കർമ്മം സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ നിർവഹിച്ചു. ദുരന്തത്തിൽ പ്രയാസമനുഭവിക്കുന്നവർക്ക് എങ്ങനെ തണലാകാം എന്ന ചിന്തയിൽ നിന്നാണ് ഭവന പദ്ധതി തീരുമാനം ഉണ്ടായത്. സഹന സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും ഒരുമയുടെയും ഭവന സമുച്ചയമാണ് മേപ്പാടി പഞ്ചായത്തിലെ തൃക്കൈപ്പറ്റ വെള്ളിത്തോടിൽ ഉയരുന്നതെന്ന് പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു. നമ്മുടെ ഒരുമയുടെയും സാഹോദര്യത്തിന്റെയും സ്നേഹവായ്പ മനുഷ്യർ തമ്മിലുള്ള ചേർന്നിരിപ്പിന്റെ പാരമ്പര്യമാണ് എന്നും മുസ്ലിം ലീഗിനെ കരുത്തുറ്റതാക്കുന്നത്. മനുഷ്യ സ്നേഹം തന്നെയാണ് മഹാനായ ഭാഗവതങ്ങളും കായലിനത്തും സിഹച്ചും ശിഹാബ്ദങ്ങളും ഒക്കെ കാഴ്ചവെച്ചത്. മനുഷ്യ സ്നേഹത്തിന്റെ രാഷ്ട്രീയമാണ് ഇന്ന് കാലഘട്ടം ആവശ്യപ്പെടുന്നത് തന്നെയാണ്. 3 മുറികളും അടുക്കളയും മറ്റ് സൗകര്യങ്ങളും ഉൾക്കൊള്ളുന്ന രീതിയിൽ 2000 സ്ക്വയർ ഫീറ്റ് വീട് പണിയാൻ ബലത്തിലുള്ള 1000 സ്ക്വയർ ഫീറ്റ് വീടുകളാണ് നിർമ്മിക്കുക. മുസ്ലിം ലീഗിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പുനരധിവാസ ദൗത്യമാണ് ഭവന പദ്ധതിയെന്നും ചടങ്ങിൽ അധ്യക്ഷനായ മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. ദുരന്തത്തിൽ ജാതിയില്ല, മതമില്ല, രാഷ്ട്രീയമില്ല, ഒന്നുമില്ല, മനുഷ്യനേ ഉള്ളൂ എന്നുള്ള ആ സന്ദേശവുമായി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് കർമ്മരംഗത്തുണ്ടാകും. ഈ 105 വീടുകൾ അതുകൊണ്ട് തന്നെ വളരെ വേഗം പൂർത്തിയാവണം, വളരെ വേഗം അത് അവർക്ക് ലഭ്യമാകണം. തുടർന്ന് നടന്ന സാംസ്കാരിക പൊതുസമ്മേളനത്തിൽ മുസ്ലിം ലീഗിന്റെ ജില്ലാ സംസ്ഥാന പ്രതിനിധികൾ പങ്കെടുത്തു. റിപ്പോർട്ടർ, വയനാട്.